ഹലോ ഗായ്സ്, എല്ലാവർക്കും മിസ്റ്റർ ആർജി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഗായ്സ്, നമ്മളെ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി ഗൈസ്. സ്കൂൾ തുറന്നു, ഇപ്പോൾ കുറേ പഠിക്കാനുണ്ട്. കുറച്ച് നാളായി ഗൈസ്, പിന്നെ വീഡിയോ ഇടാൻ മടിയായിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. നമ്മുടെ പഴയ വേൾഡ് ചെറുതായിട്ടൊന്ന് ലോസ്റ്റായി പോയി അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേനും. അതുകൊണ്ട് നമ്മൾ പുതിയ വേൾഡ് തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പം ഇനി ഇതുപോലത്തെ മൈൻക്രാഫ്റ്റ് കണ്ടൻറ്റ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഗൈസ്, നമ്മൾ ഇതൊന്നും കൊടുക്കുന്നില്ല ഗൈസ്. ചീറ്റ്സ് ഒന്നും അലൗഡല്ല ഗൈസ്. ചീറ്റ് ഓൺ ആക്കുന്നില്ല. നമുക്ക് ക്രിയേറ്റ് കൊടുക്കാം. ഇനിയും ചാനൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ്. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഏതൊരു ജംഗിൾ പോലത്തെ ജംഗിൾ ബയോമിനാണ് ഗൈസ്. ഇവിടുന്ന് വുഡ് കൊത്തി തുടങ്ങാം ഗൈസ്. ഒരു വുഡുള്ള മരം ഗൈസ്, കൊള്ളാല്. ആദ്യമായിട്ട് കാണുന്നത്. ഇതോടെ പോയി വേറെ മരം കൊത്താം ഗൈസ്. ഇത് ജംഗിൾ കൂട്ടാൻ കണ്ട ജംഗിളിലാണ് ഗൈസ്. ഈ വെയിൻസ് എന്താ പൊട്ടാത്ത? ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ ഇത്ര എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, സോ എന്താ അവിടെ തീ? ഇവിടുന്ന് ഗൈസ് പെട്ടെന്ന് ഒരു തീ. ഇത് നോർമലാണോ എനിക്കറിയില്ല ഗൈസ്. ഇവിടെ സൈഡിലൊരു ബീച്ച് പോലത്തെ ഒരു സ്ഥലമുണ്ട്. പിന്നെ ഇങ്ങോട്ട് വേറെ കുറേ കാണും ഗൈസ്. കുറച്ച് ലോകം ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഇച്ചിരി സ്റ്റിക്സും മതി ഗൈസ്. നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ആദ്യമേ ഒരു പിക്കാക്സ് ഉണ്ടാക്കുക. ഇതും പറിച്ചുകൊണ്ട് അവിടെ പോയാൽ മതി ഗൈസ്. ഇത് നമ്മുടെ പുറകെ ഒരു ഇല്ല. ടീം വീണുണ്ട്. ഇങ്ങനത്തെ ഒരു ജംഗിളുടെ സ്ഥലത്തായിട്ടാണ് നമ്മൾ സ്പോൺ അയക്കുന്നതാണ്. നമ്മൾ സ്പോൺ ഇവിടെ നിന്ന് സ്റ്റോൺ അങ്ങ് മൈൻഡ് ചെയ്തേക്കാം ഗൈസ്. വില്ലേജ് ഒന്നും കിട്ടിയില്ല. പിക്കാക്സ് പൊട്ടുന്നവരെ നമുക്ക് ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. എന്നാലേ ഇതല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഇഷ്യൂ ആവും. ബ്ലോക്സിൻ്റെ ആവശ്യം വന്നാലോ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത്ര അങ്ങ് പൊട്ടിച്ചുവിടാം. ഇവിടെ അങ്ങ് ബേസ് പണിഞ്ഞാലോ ഗൈസ്. ഒരു വില്ലേജ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ആദ്യമേ നമുക്ക് ഇവിടെ അങ്ങ് ബേസ് പണിയാം ഗൈസ്. ഇവിടെ ബേസ് പണി ഇവിടെ അങ്ങ് സെറ്റിലാവാം. ഇവിടെ സെറ്റിലായിട്ട് നമുക്ക് പയ്യെ വില്ലേജ് ആക്കാൻ പോകാം ഗൈസ്. അതാണ് എൻ്റെ പ്ലാൻ. ഇനി പയ്യെ ആയിരിക്കും ഗൈസ് വീഡിയോ വരുന്നത്. സ്കൂൾ തുറന്നു, കുറേ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കോപ്പർ അപ്ഡേറ്റ് വന്നില്ലായിരുന്നു ഗൈസ്. നമുക്ക് കോപ്പർ ആർമർ ഉണ്ടാക്കാം. പൊളിക്കും. പിക്കാക്സ് ഒന്ന് പെട്ടെന്ന് പൊട്ടിയിരുന്നെങ്കിൽ. ഇതൊരു സ്റ്റാക്കിൽ കൂടുതലെങ്ങാണ്ടുണ്ട് ഗൈസ്. നമുക്ക് അത്യാവശ്യത്തിന് കോബിൾ സ്റ്റോൺ മതി. ലാസ്റ്റ് കോബിൾ സ്റ്റോൺ ആയിരിക്കണത്. യെസ് ഗൈസ്, ലാസ്റ്റ് കോബിൾ സ്റ്റോൺ.
60 കിട്ടിയുള്ളൂ, സ്റ്റാക്കായില്ല. ഇവിടെ കോപ്പർ ഉണ്ട് ഗൈസ്, നമുക്ക് കോപ്പർ ടൂൾസും ആർമറും സംഭവമൊക്കെ ഉണ്ടാക്കാം. സോഡ്, ആക്സ്, പിക്കാക്സ് സെറ്റ് ഗൈസ്. ഇനി നമുക്ക് ഈ സാധനം അങ്ങ് മെയിൻ ചെയ്തേക്കാം. ഇത് രാത്രി സ്മെൽറ്റ് ചെയ്ത് നമുക്ക് സംഭവം 13 കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ച് ആർമറും സംഭവമൊക്കെ ഉണ്ടാക്കാം. ഇവിടെ അയ്യോ ഇപ്പം ചാടിയാനെ എന്തോ ഭയത്തിന് രക്ഷപ്പെട്ടു ഗൈസ്. നമുക്ക് ഇതും കൊത്തിയെടുത്തുകൊണ്ട് പോവാം ഇവിടുന്ന്. ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആദ്യമേ ഫുഡ് വേണം ഗൈസ്. ഫുഡ് ഇവിടെ കുറച്ച് കൗവിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. കുറച്ചുകൂടെ കോപ്പർ അത്യാവശ്യം വേണം ഗൈസ്. അയൺ കിട്ടുന്നവരെ കോപ്പറേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഒരു ആർമർ റിസോഴ്സ്. 25 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ സെറ്റ് ആർമർ ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു പശുവിനെ കണ്ടിട്ടുണ്ട് ഗൈസ്, നമുക്ക് അടിച്ചു കൊല്ലാം. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു ഇച്ചിരി ഫുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ ടോപ്പിലോട്ട് കയറാം ഗൈസ്. ടോപ്പിൽ നിന്നൊന്നും നിരീക്ഷിക്കാം ഗൈസ്. ഇവിടെ എന്തേലും ഉണ്ടോ പറ്റിയത്? പറ്റിയതായിട്ട് ഇവിടെ കേവാണ് ഗൈസ്, നമുക്ക് പിന്നെ വരാം. ഇതിൻ്റെ ടോപ്പിലോട്ട് വരുവാണ്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ വന്നിട്ടുണ്ട്. സൂര്യൻ ടോപ്പിൽ തന്നെ ഉണ്ട്. സോ ഇവിടുന്ന് നമുക്ക് നോക്കിയിട്ട് അവിടെ ഒരു വലിയ ജംഗിൾ ബയോമുണ്ട്. ഇവിടെയാണ് നമ്മുടെ ബേസ് നമ്മൾ പണിയാൻ പോകുന്നത്. ഇപ്പോൾ ബേസിനുള്ള റിസോഴ്സസ് കുറവാണ് ഗൈസ്. അതുകൊണ്ട് ആദ്യ രാത്രി നമ്മൾ മണ്ണിൻ്റെ അടിയിൽ തന്നെ ജീവിക്കണം. അതെ, കോഴീനെ കൊന്നു തരുന്നതാണ് ഇത്. ഈ സാധനത്തിന് ടൈം ചെയ്യാൻ പറ്റുമോ? എന്തോ സൗണ്ട് കേട്ടു ഗൈസ്. പാരറ്റ്. ഇതൊരു സുഖമല്ലേ ഗൈസ്? ആ പാരറ്റിനെ കൊന്നപ്പോൾ എന്തൊരു സുഖം എന്താണെന്നറിയില്ല ഗൈസ്. ഓ ഗൈസ്, കോള് കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. കൊതുക് ഗൈസ് ഇവിടെ ഫുള്ള്. നിങ്ങളുടെ സ്കൂള് തുറന്നപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങിയോന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളിവിടെ ഭയങ്കര പഠിപ്പീരാണ് ഗൈസ്, വയ്യ. ഇവിടെ ഷീപ്പുണ്ടല്ലോ. ആദ്യ രാത്രി കടന്നുറങ്ങാൻ പറ്റുമോ? എന്തുവാടി ഇത്? ഓട്ടോ ക്ലിക്കായ? എവിടെ ഒരു ഷീപ്പിൻ്റെ സൗണ്ട് ഞാൻ കേട്ടിരിക്കുന്നു. അതാണ്ടേ. അയ്യോ, ഈ കളർ ഷീപ്പാ. ഇതെന്തൂടി ഇത്? ഈ ഷീപ്പ് കുഴപ്പമില്ല, ഫുഡ് റിസോഴ്സസായി. നമുക്കിന്ന് ഐലൻഡിലങ്ങ് പണിയാൻ ഗൂയിസ്, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഈ ഐലൻഡ് കുഴപ്പമില്ല, അവിടെയുള്ള ഐലൻഡ് അത് നല്ല സ്പോട്ടാണ് ഗൈസ്. നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയേ. നല്ല സുഖത്തിൽ ചാടി ഇതുവഴി അങ്ങ് പോവാം ഗൈസ്. ഇവിടെ ആണെങ്കിൽ ചെറിയ റിസോഴ്സസും കിട്ടും. ഇതാക്കാം ഗൈസ് നമ്മുടെ മെയിൻ ഐലൻഡ്. ഇവിടെ ആയിരിക്കും നമ്മുടെ താമസം. ഇവിടെ കുറച്ച് ഫാമൊക്കെ വെക്കാം. ഇവിടെ മറ്റേത് മറിച്ച് കോപ്പർ കൊത്തിയെടുക്കാം. എന്നിട്ട് കോപ്പർ വേസ്റ്റല്ല ഗൈസ്, നമുക്കിത് വെച്ച് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം. നമുക്ക് ആദ്യ രാത്രി മണ്ണിൻ്റെ അടിയിൽ കയറി ഇരുന്ന് എല്ലാം കൂടെ സ്മെൽറ്റ് ചെയ്യാം. മെലൻസ് നല്ലതാണ് ഗൈസ്, നമുക്ക് ഫുഡ് റിസോഴ്സസ് ആണ് സംഭവം. ഇത് ഭയങ്കര സ്ലോ ഫുഡാണ് തരുന്നതെങ്കിൽ ഇത് കുറച്ചുണ്ട്. ഇവിടെ ഞാൻ വേറൊന്നുകൂടെ കണ്ടല്ലോ. ഈ എൻ്റെ ഐലൻഡാണ് ഗൈസ്, ഇതാണ് എൻ്റെ മെയിൻ ഐലൻഡ്. ഇതിന് തൊട്ട് ഇതാരാ? ഇവനെ നമുക്ക് ടൈം ചെയ്യണമല്ലോ. ഇവനെ ടൈം ചെയ്യാൻ ഫിഷും ഇല്ലൊരു കണ്ടിയില്ല. പിന്നെ ഗൈസ് കുഴപ്പമില്ല, നമുക്കൊരു ഫർണസ് അങ്ങ് ഉണ്ടാക്കാം ഗൈസ്. അയ്യോ ഫുഡില്ല ഗൈസ്, ഫുഡ് എടുക്കട്ടെ.
ഓ മെല്ലെണ്ണേ ഉള്ളൂ ഗൈസ് ഫുഡായിട്ട്. ഇതിന് കുറേ കഴിക്കണം ഗൈസ്, വയ്യ. സെറ്റ് ഗൈസ്. സോ ഗൈസ് എത്രയാ പറയുക, നമുക്ക് കുളിക്കാം, അണ്ടർഗ്രൗണ്ടിലോട്ട് പോവാം. അണ്ടർഗ്രൗണ്ട് ബങ്കർ ഉണ്ടാക്കാം ഗൈസ് നമുക്ക് ഇതിൻ്റെ അടിയിൽ. ഇത്രയും മതിയെന്ന് തോന്നുന്നു. ടോർച്ച് ഉണ്ടാക്കിയില്ല ഗൈസ്. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ടോർച്ച് ഉണ്ടാക്കി ഇവിടെ വെക്കട്ടെ. അയ്യോ, സെറ്റ് ഗൈസ്. ടോർച്ച് കിട്ടിയിരിക്കുന്നു. ടോർച്ച് വെച്ചിട്ടുണ്ട്. മൂടി ഗൈസ്. ഇനി നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് പണിയെടുക്കാം. ഇനി അണ്ടർഗ്രൗണ്ടിൻ്റെ അകത്ത് നമുക്ക് ആദ്യമേ ഒരു ഫർണസ് വെക്കണം. ഫർണീസ് കോപ്പർ ഇട്ട് സെറ്റ് ചെയ്യാം ഗൈസ്. കോപ്പർ ആർമർ ഉണ്ടാക്കാം. ഇനി ഫുഡ്സ് കുറച്ച് കുക്ക് ചെയ്യണം. ഓ നമ്മുടെ ആദ്യത്തെ കോപ്പർ ഇങ്കട്ട് ആയിട്ടുണ്ട് ഗൈസ്. ഓ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യത്തെ കോപ്പർ ഇങ്കട്ട് 3 കോപ്പർ ഇങ്കട്ട് ആവട്ടെ ഗൈസ്. നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. കോപ്പർ പിക്കാക്സ് പൊളിക്കും. 43 എണ്ണമുണ്ട്. നമുക്ക് കുറച്ച് ഉണ്ടാക്കാനുള്ളതുണ്ട് ഗൈസ്. ഒരു കോപ്പർ പിക്കാക്സ് ആയേക്കാം. സ്റ്റോൺ പിക്കാക്സ് സെക്കൻഡറി ആയിട്ടിരിക്കട്ടെ ഗൈസ്. പിന്നെ നമുക്ക് ഇത് കുറച്ച് എക്സ്പാൻഡ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് സ്റ്റോൺ പൊട്ടുന്നുണ്ട് ഗൈസ്. കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അയൺ കിട്ടുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. അയണേക്കാളും മുമ്പ് സ്റ്റാർട്ടറായിട്ട് ഇത് വളരെ നല്ലതാണ് ഗൈസ്. പിന്നെ രാവിലെ ആയിട്ട് കാണാം ഗൈസ്. അതുവരെ വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പം രാവിലെ ആവുന്നതാണോ? ടീം ഡബാ കിട്ടും. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പൊട്ടിച്ച് പുറത്തെന്താണ് അവസ്ഥ എന്ന് നോക്കാം. രാവിലെ ഇവിടെ കുറേ മോബ്സിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, സോ ഇവിടെ വലുതായിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി ബേസ് ഉണ്ടാക്കണം ഗൈസ്. ഒരു കുട്ടി ബേസ്. അതൊരു വുഡ് ബേസ് ആയാലും മതി ഗൈസ്. നമുക്ക് വൂള് വേണം, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം ഗൈസ്. നമുക്ക് ആദ്യമേ കുറച്ച് റിസോഴ്സസ് വേണം. ഈ റിസോഴ്സസിന് മുമ്പ് ഗൈസ് നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള കോള് തീർന്നു പോയി ഗൈസ്. കുറച്ച് കോള് വേണം. രാത്രി എന്തൊക്കെയോ കുറേ വിയേർഡ് സൗണ്ടൊക്കെ കേട്ടു ഗൈസ്. എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പുതിയ അപ്ഡേറ്റിന് പുതിയത് വല്ലതും വന്നിരിക്കുക. കുറേ നാളായി തൈര് കളിച്ചിട്ട്. എന്തോ ഇത് ഇവിടെ നടിയത് ഒരു വൃത്തിയട്ട സൗണ്ട്. അതെവിടുന്നാന്ന് എനിക്കും അറിയില്ല ഗൈസ്. സോ എന്താണെന്നറിയുകയാണെങ്കിൽ പറയുക. കുറേ നാളായി വൃത്തിയായിട്ട് ഗെയിം കളിച്ചിട്ട്. സാപ്ലിങ് നട്ടുപിടിപ്പിക്കണം ഗൈസ്. ഗൈസ് ബാക്കി ആ കുഴി നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട്സ് ബങ്കർ. ബേസ് പണിയുന്നവരെ ഇവിടെ ആയിരിക്കും നമ്മൾ താമസിക്കാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്തോട്ട് ആ കോള് കിട്ടിയത് ഫുള്ളങ്ങ് വെക്കുക. ഇനി കോപ്പർ ടൂൾസ് വേണം ഗൈസ്. ഒറ്റ പിക്കാക്സ് ഞാൻ രാത്രി കൊണ്ട് ഉണ്ടാക്കി ഗൈസ്. കൊബിൾ സ്റ്റോണൊക്കെ പെട്ടെന്ന് മൈനാവുന്നുണ്ട് ഗൈസ്. ഇതാണ് പ്രത്യേകത. സോ ഇതായിരിക്കും നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബങ്കർ കുറച്ച് ദിവസത്തേന്. ഗൈസ് നമ്മൾ ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കുറച്ച് ദിവസത്തേനുള്ള ബങ്കർ ഈ സംഭവമായിരിക്കും. നമ്മുടെ 20 വുഡുണ്ട്. നമുക്ക് കുറച്ച് ലാഡർ ഉണ്ടാക്കാം. അതിന് സ്റ്റിക്കാണ് വേണ്ടത്. പോട്ട് 1 2 3 4 5 6 7. ഇപ്പോൾ കുറച്ച് വേണം ഗൈസ്. ഇനി നമുക്ക് ലാഡർ ഉണ്ടാക്കാം. 9 ലാഡർ മതിയായിരിക്കണം ഗൈസ്.
അല്ലേ? 9 ഇച്ചിരി ഫുള്ളായി പോയി ഗൈസ്. ഇവിടെ ഫുള്ള് ടോർച്ച് വെക്കണം, അല്ലെങ്കിൽ കുറേ എണ്ണങ്ങൾ കയറി വരും. രണ്ടാമത്തെ ദിവസം ഇപ്പോൾ ആവുന്നതിന് മുമ്പ് നമുക്കൊരു ട്രാപ്പ് ഡോറും കൂടെ വേണം ഗൈസ്. ഒരു ട്രാപ്പ് ഡോർ യെസ്, 2 ട്രാപ്പ് ഡോർ കിട്ടി ഗൈസ്. ട്രാപ്പ് ഡോർ ഇവിടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഫർദർ ബേസസ് ഈ സീരീസിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എൻ്റെ ഊഹം അനുസരിച്ച് ഇവിടെ ഒരു ട്രാപ്പ് ഡോറ് അങ്ങനെ വെച്ചാൽ സെറ്റ്. ഇവിടെ ഫുള്ളൊന്ന് ടോർച്ച് വെച്ച് കവർ ചെയ്യണം ഗൈസ്, എന്നാലല്ലേ രാത്രി മോബ്സ് ഒന്ന് സ്പോൺ ആവല്. ഇവിടെ ഒന്നിരിക്കട്ടെ. ഇതിൻ്റെ ഫുള്ള് നമ്മൾ ടോർച്ച് വെച്ച് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഫുള്ള് മോബ് വന്നിട്ട് എനിക്ക് ലാഗ് അടിക്കുന്നു. ഇത് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്, നമ്മുടെ ബേസ് ആക്കണം. അവസാനത്തെ ടോർച്ചും വരും. ഇവിടെ കുറച്ച് കോളുണ്ട് ഗൈസ്, കോള് മെയിൻ ചെയ്യാം. അയ്യോ, ഫോൺ ലാഗ് അടിക്കുന്നു ഗൈസ്. കുറച്ച് കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ അത് ലാഗ് അടിക്കുന്നു ഗൈസ് ചെറുതായിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു മൈനിങ് സെക്ഷൻ അങ്ങ് തുടങ്ങാം ഗൈസ്. ഇവിടെ സ്ക്യൂട്ട്സൊക്കെ ഉണ്ട്, കൊള്ളാം സംഭവം. ഈ സ്ഥലം കൊള്ളാം ഗൈസ്. നമുക്കിത് ഇവിടെ നിന്ന് ഇനി ഫർദർ നമ്മൾ ഇനി ഉണ്ടാക്കി വരുന്നതായിരിക്കും. സാപ്ലിങ്സ് കുറേ കിട്ടി ഗൈസ്. ഇവിടെ പ്രകൃതി രമണീയമാക്കണം, അതാണ് വേറൊരു പ്ലാൻ. എനിക്കിനി ഭാവിയിൽ ഇതിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതെല്ലാം ഞാൻ വെട്ടി നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ലല്ലോ ഗൈസ്. സോ നമ്മളായിട്ട് തന്നെ അടുത്തത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. നമ്മുടെ ടൂൾസ് ഉണ്ടാക്കാനായിട്ട് അവിടെ 17 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് എക്സ്ട്രാ വന്ന ഇതുമുണ്ട് ഗൈസ്. നമുക്ക് ആദ്യമേ കുറച്ച് ടൂൾസ് ഉണ്ടാക്കാം. ഒരു സോഡ്, ഒരു ആക്സ്, സ്പിയർ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട് ഗൈസ്. സ്പിയർ വെച്ച് അറ്റാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് തൊട്ട് പഠിക്കണം ഗൈസ്. സോ ഒരു ചെസ്റ്റ് ഉണ്ടാക്കട്ടെ ഗൈസ്. സ്റ്റോറേജ് പ്രോബ്ലംസ് വുഡില്ല. എന്താ ഇങ്ങനെ ഫുള്ള് ഇതിനു വേണ്ടി കളഞ്ഞു ഗൈസ്. അടുത്ത മരം കൊത്തിയിട്ട് വരാം. സൈഡിൽ കുറേ മരമുണ്ട്, ഇതെല്ലാം കൂടെ ചെത്തി അങ്ങ് വിടും. നമ്മൾ അറുത്ത് വിട്ടിട്ട് അതിൻ്റെ സാപ്ലിങ് എല്ലാം കൊണ്ട് ഇവിടെ കൊണ്ടുവെക്കും. എങ്ങനെയാ സീനല്ലേ ഗൈസ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് 3 ഷീപ്പിനെ കണ്ടുപിടിക്കണം. ഉടനെ തന്നെ കണ്ടുപിടിച്ചാലേ എനിക്ക് എത്രയും പെട്ടെന്ന് ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ബെഡ് ഉണ്ടാക്കിയാലേ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി 2-3 ദിവസം ഇതിൻ്റെ പേരിൽ വിളന്ന് ഉറങ്ങാതിരിക്കണം ഗൈസ്. ഇതൊന്ന് അടച്ചിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 വുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് 20 ഗൈസ്. നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. ഇനി ചെസ്റ്റ് അവിടെ നമുക്കൊരു 2 ചെസ്റ്റ് ഉണ്ടാക്കിയേക്കാം. ഒരു ഡബിൾ ചെസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഈ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും നമുക്കെല്ലാം കൂടെ മേളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ എങ്ങനെ പോയാലും നല്ലൊരു ബേസ് വീട്ടിൽ തന്നെ പണിയുന്നതായിരിക്കും. ഫുഡ് കുറച്ച് വേണം. ഫുഡ് വേവിക്കാൻ വെക്കട്ടെ ഗൈസ്. ഫുഡില്ല, 2 മട്ടൻ അതെല്ലാം കൂടെ ഒന്ന് വേവിക്കാൻ വെക്കട്ടെ. സോ ഇതാണ് ഇപ്പം എൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ്. സോ ഇവിടെ ആയിരിക്കും ഞാൻ കുറച്ച് ദിവസം സർവൈവ് ചെയ്യാൻ പോകുന്നത്. വീടുണ്ടാക്കാൻ വേണ്ട റിസോഴ്സസ് എല്ലാം ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ സംഭവം സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് കൂട്ടണം ഗൈസ്. ഇനി ഇവിടെയാണ് നമ്മുടെ ബേസ് എന്ന് അറിയാൻ വേണ്ടി കുറേ ലാൻഡ്മാർക്ക് കണ്ടുപിടിച്ച് വെക്കണം. വില്ലേജ് കണ്ടുപിടിക്കണം ഗൈസ്. വില്ലേജാണ് മെയിൻ. അവിടെ നിന്ന് കുറേ റിസോഴ്സസ് കിട്ടും. റിസോഴ്സസ് വെച്ച് ജീവിക്കാവുന്നതാണ്. പിന്നെ ടോർച്ചസ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവന്മാർ സ്പോണായിരിക്കാൻ സ്കെലട്ടനും സോംബീസും ഒക്കെ. എത്രയും പെട്ടെന്ന് എനിക്ക് ബെഡ് വേണം ഗൈസ്. ബെഡ് കിട്ടിയാലേ ഇനി ബാക്കി കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഗൈസ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.